എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകരാജ്യങ്ങളിലിരുന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം ദൈവം നമുക്ക് ധാരാളമായി നൽകിയല്ലോ. ഈ പകൽക്കാലം അല്പനിമിഷം ധ്യാനിപ്പാൻ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്തിൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയിൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. ദൈവം ഇന്ന് പകലിൽ നമ്മോട് സംസാരിക്കട്ടെ. നമുക്കറിയാം, ഒരു സഭ മുഴുവനും പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു സഭ മുഴുവനും. ഓ ഹല്ലേലൂയ, രക്തത്താൽ ചെയ്യാം. ഒരു ആത്മസാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. ഒരു സഭ മുഴുവനും ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. എന്താ അങ്ങനെ പ്രാർത്ഥിച്ചത്? ഒരു സഭ മുഴുവനും ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരാള് ആരാണെന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പത്രോസ് തന്നെയാണ്. ഈ പത്രോസ് തടവിലായിരിക്കെ, തടവിൽ കാരാഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിൽ അല്പനിമിഷം കഴിഞ്ഞാൽ ശിരച്ഛേദനം, തല വെട്ടിമാറ്റുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. യേശുവിനെ ആരാധിക്കുന്നത് കൊണ്ട്, യേശുവിന് ശിഷ്യനായതുകൊണ്ട് തൻ്റെ തല വെട്ടിമാറ്റാൻ പിടിച്ചുകൊണ്ട് കെട്ടിയിട്ടിരിക്കുക തുറുങ്കിൽ. ഇത് കേട്ട് സഭ മുഴുവനും മുട്ടുമടക്കി. സഭ മുഴുവനും, അഭിഷക്തൻ, കുടുംബം, തലമുറകൾ, വിശ്വാസ കുടുംബങ്ങൾ, ഒരാൾ പോലും വിടാതെ എല്ലാവരും സഭയ്ക്കകത്ത് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹേരോദാവിൻ്റെ കയ്യിൽ നിന്നും, ഹേരോദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് കേട്ടോ ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഒരു മനുഷ്യന് വേണ്ടി ഒരു സഭ മുഴുവനും പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, ഇന്ന് പകൽക്കാലം, ഇന്ന് സഭയിലെ ഒരു വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭാ പാസ്റ്റർക്ക് സമയമില്ല. സഭാ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾക്കിവിടെ പാസ്റ്റനേജ് ഉണ്ട്. ഒരു ചെറിയ റൂം, ഒരു കിച്ചൺ, ആമേൻ, ഒരു ബാത്റൂം, അത്യാവശ്യം പ്രാർത്ഥിച്ച് കിടക്കാനുള്ള സെറ്റപ്പ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ നിന്ന് എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം. അപ്പോഴാ പാസ്റ്റർ പറഞ്ഞേ, എനിക്ക് ഈ സെറ്റപ്പ് ഒന്നും പോരാ. ആമേൻ, ഞങ്ങൾക്ക് 2 ബെഡ്റൂം വേണം. ഒന്ന് എൻ്റെ ഭാര്യയ്ക്കും ഒന്ന് എനിക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? ഐക്യതയില്ലാത്ത പ്രാർത്ഥനകളുടെ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഐക്യതയില്ല. പിന്നെ എങ്ങനെയാ സഭയെ പഠിപ്പിക്കുന്നേ? പിന്നെ എങ്ങനെയാ സഭയ്ക്ക് വേണ്ടി ഇടിവി നിൽക്കുന്നേ? എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? സഭയിലെ പാസ്റ്റേജുകൾ തുരുമ്പും പിടിച്ച് പൊടിയും പിടിച്ച് എന്തോ പാറ്റയും പല്ലിയും പന്നിയും കൊണ്ട് നിറഞ്ഞു കിടക്കുക. പിന്നെ എങ്ങനെയാ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നേ? പിന്നെ എങ്ങനെയാ മധ്യസ്ഥ അണയ്ക്കുന്നേ? എങ്ങനെയാ? ഇവിടെ നോക്കൂ,
ഒരു മനുഷ്യന് വേണ്ടി ഒരു സഭ മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ, എൻ്റെ പൊന്ന് അഭിഷക്തന്മാരെ, അഭിഷക്തമാരെ, വിശ്വാസ കുടുംബങ്ങളെ, ഞാൻ ബഹുമാനിക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തന്മാരെ, സഭയിൽ ഇന്ന് പ്രാർത്ഥനകളില്ല. ഞാനൊക്കെ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ചർച്ചുകളിൽ ഒരിക്കൽ പ്രാർത്ഥനയിൽ ഭൂതങ്ങൾ അലറി ഓടും, അഭിഷേകത്തിൻ്റെ അഗ്നികൾ ഇറങ്ങും. ഇന്ന് സഭയ്ക്കകത്ത് ആരാധനകൾ നിന്നു. ഭൂതങ്ങൾ ഇന്നും ഇരിക്കുക ആലയത്തിന് തനങ്ങാപ്പാറയായി. ആരോടും മിണ്ടത്തില്ല. കത്രിമേശ കഴിഞ്ഞാൽ ഒരു കൈപോലും കൊടുക്കത്തില്ല. വിശുദ്ധ ചുംബനം ചെയ്യത്തില്ല. കത്രിമേശയ്ക്ക് ഒരു സാക്ഷി പറയത്തില്ല. പ്രാർത്ഥന പോലും നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായ കരിംഭൂതങ്ങൾ ഇന്നും പള്ളിക്കകത്തിരിപ്പുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത അനുഭവത്തിൽ പിന്നെ എങ്ങനെ സഭ വിടുതൽ പ്രാപിക്കും? പാസ്റ്റർ സഭയിലെ വിശ്വാസികൾ നേരെ മുഖത്ത് നോക്കിയിട്ട് മാസങ്ങളായി. പിന്നെ എങ്ങനെ വിശ്വാസികൾ അനുഗ്രഹം പ്രാപിക്കും? പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കൂ, കർത്താവിൻ്റെ ശബ്ദം കാരാഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ, ഹല്ലേലൂയ, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട്, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അരകെട്ടി എന്ത് ചെയ്യണം? ചെരുപ്പിട്ട്, ആമേൻ, മുമ്പിലോട്ട് വരണം. ഹല്ലേലൂയ. നിന്റെ ജീവിതം ഇന്ന് പകൽക്കാലം മാറാൻ പോകുക ദേവദാസനെ. നിന്റെ അര ഇന്ന് പകൽക്കാലം ഒന്ന് ഉറയ്ക്കാൻ പോകുക. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത്, ആമേൻ, വാസ്തവം എന്ന് അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. കണ്ടോ, സഭയിലെ പത്രോസന്മാരൊക്കെ ഇന്ന് പകൽക്കാലം വിടുതൽ പ്രാപിക്കാൻ പോകുക. ആമേൻ. നാളുകളായി പ്രാർത്ഥനയില്ലാതെ, ആരാധനയില്ലാതെ, വചനധ്യാനമില്ലാതെ, വചനത്തിന് സ്ഥാനം കൊടുക്കാൻ കഴിയാതെ, ആമേൻ, സഭയ്ക്കകത്ത് പ്രാർത്ഥനകൾ പോലും നടത്താൻ കഴിയാത്ത തലത്തിൽ മുൻപിലോട്ട് നിൽക്കുന്ന ഒരു കൂട്ടം പത്രോസന്മാർ വിടുവിക്കപ്പെടാൻ പോകുക. കാരാഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന്, ആമേൻ, വാൾമുനയ്ക്കകത്ത് നിന്ന് പത്രോസുമാരിന്ന് പകൽക്കാലം പുറത്തു വരുന്ന ഒരു വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോകുക. പ്രാർത്ഥിക്കാം. ആമേൻ. പത്രോസിന്റെ ശബ്ദം കേട്ടു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു. പറഞ്ഞപ്പോൾ അവന്റെ ദൂതൻ ആകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടേയിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ടു, വിസ്മയിച്ചു. ആമേൻ. അവർ മിണ്ടാതിരിപ്പീൻ. അവൻ, ഹല്ലേലൂയ, ആമേൻ, ഇന്ന് പകൽക്കാലം ഒരു വലിയ പ്രവൃത്തി. മിണ്ടാതിരിപ്പാൻ അവൻ എന്ത് ചെയ്തു? ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ചു വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പാൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ വിടുതൽ പ്രാപിച്ചാൽ, ആമേൻ, സ്തോത്രം, ഒരു വലിയ അത്ഭുതം നിന്റെ മേൽ വെളിപ്പെടും. ഒരു വലിയ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടും. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ്, ആമേൻ, ദൈവനാമത്തിൽ ആമേൻ, കൈകളെ ഉയർത്തി, തലകളെ ഉയർത്തി കർത്താവിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ സഭ വിടുവിക്കപ്പെടണം. പത്രോസുമാർ വിടുവിക്കപ്പെടണം. ആമേൻ. ചില പെൺകുട്ടികൾ സഭയ്ക്കകത്ത് എണീക്കണം, രോധമാരായി. ചിലരെ ദൈവം ഈ പകൽക്കാലം എണീപ്പിക്കണം. പ്രാർത്ഥനയിൽ, ആരാധനയിൽ, വചന ശുശ്രൂഷയിൽ, പ്രവചനത്താൽ, വെളിപ്പാടിനാൽ,
ഓർബല ശംഭവരാജകൾക്കനാദി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ പിന്നെയും അനുഗ്രഹിക്കണം. അത്ഭുതങ്ങളെ ചെയ്യണം. അനേക പത്രോസന്മാർ പിടിപ്പിക്കപ്പെടുന്ന പകലാക്കി ദൈവം തീർക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.